രസതന്ത്ര അധ്യാപകനായ ഡോക്ടർ അബി പോളിലേക്കാണ് പോകുന്നത്. ഡോക്ടർ അബി പോൾ, കഴിഞ്ഞ ദിവസം എന്തായിരിക്കാം ഈ സ്ഫോടനത്തിന്റെ കാരണം എന്നുള്ള വിലയിരുത്തലുകൾ വന്നപ്പോൾ പൊട്ടാസ്യം പെർക്ലോറേറ്റിന്റെ കൂടുതൽ സാന്നിധ്യം അല്ലെങ്കിൽ അനുവദനീയമായതിലും കൂടുതൽ അളവിൽ ഉപയോഗിച്ചിരിക്കാമെന്നുള്ള ചില നിഗമനങ്ങൾ എത്തിയിരുന്നു. അതോടൊപ്പം കടുത്ത ചൂടും ഒരു കാരണമായിട്ടൊക്കെ വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ പെസോയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് കടുത്ത ചൂടൊരു കാരണമല്ല എന്നുള്ള തരത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നുണ്ടായ ആ ഒരു സ്ഫോടനം എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? കാരണം അവിടെ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട 49 വർഷമായി ഈ തൃശ്ശൂർ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സ്ഥിര സാന്നിധ്യമായിരുന്ന വിൽസൺ മാധ്യമങ്ങളോടൊക്കെ പങ്കുവച്ചത് ഒരു തീനാളം പോലെ എന്തോ കണ്ടു, പക്ഷെ അപ്പോഴേക്കും ഓടുകയായിരുന്നു, പിന്നീട് അതൊരു വലിയ തീഗോളമായി മാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു വലിയ സ്ഫോടനത്തിലേക്ക് കലാശിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കാം? എനിക്കൊരു തോന്നലുണ്ടായത്, നമ്മളിപ്പോ ഈ അപകടം നടന്നു കഴിഞ്ഞപ്പോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ വെടിക്കെട്ടിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ഞാൻ പറയാൻ ഉദ്ദേശിക്കണം. എന്താണ് ഈ വെടിമരുന്ന് എന്ന് പറയുന്നത്? വെടിമരുന്ന് എന്ന് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്, KNO3. പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു 75%, 15% കരി, അതുമാതിരി 10% സൾഫർ, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിനെ കരിമരുന്ന് എന്ന് പറയും. ഈ കരിമരുന്ന് നമ്മൾ വളരെ ദീർഘവർഷങ്ങൾ മുമ്പ് അത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു കെമിക്കൽ കോമ്പൗണ്ടാണ്. അതിനുശേഷമാണ് നമ്മുടെ 19ാം നൂറ്റാണ്ടിലെ ഈ ക്യാമറയ്ക്ക് ഫ്ലാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ക്യാമറയ്ക്ക് ഫ്ലാഷ് ഉണ്ടായാലാണല്ലോ ക്യാമറയിൽ പടങ്ങൾ പതിയ. അപ്പൊ അതിനു വേണ്ടി അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ ഈ കാർബണിന് പകരം അവർ മെഗ്നീഷ്യം ആഡ് ചെയ്യണം. മെഗ്നീഷ്യം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലാഷ് ഉണ്ടായി, നല്ലൊരു കത്തുന്ന മെറ്റൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഫ്ലാഷ് ഉണ്ടായി. അതാണ് അവരന്ന് ക്യാമറയിൽ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഫ്ലാഷ് പൗഡർ എന്നതിനറിയപ്പെട്ടത്. അങ്ങനെ ഈ ഫ്ലാഷ് പൗഡറിനെയാണ് പിന്നീട് നമ്മൾ മിന്നൽ മരുന്നൊക്കെ അതിന് വിളിക്കുന്നത്. അതിന് പിന്നെ മോഡിഫൈ ചെയ്ത് അവര് ഇപ്പൊ മെഗ്നീഷ്യത്തിന് പകരം അലൂമിനിയം ആഡ് ചെയ്തു. അപ്പൊ കുറച്ചുകൂടി കളർ കൂടുതൽ കിട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോ മെഗ്നീഷ്യം അലൂമിനിയം കൂടി കമ്പൈൻ ചെയ്ത് വേറെ ആഡ് ചെയ്ത് അത് വീണ്ടും കുറച്ചുകൂടി കളർ ബ്രൈറ്റ് ആയിട്ട് കിട്ടി. അപ്പോഴാണ് അവർ കണ്ടത് ഈ പൊട്ടാസ്യം നൈട്രേറ്റിന് പകരം, അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അതിന് പകരം പൊട്ടാസ്യം പെർക്ലോറേറ്റ് ഉപയോഗിച്ചാലോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പവർ കിട്ടും. ഭയങ്കരമായ പവറാണ് പൊട്ടാസ്യം ക്ലോറേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ പൊട്ടാസ്യം ക്ലോറേറ്റിന് കൂടെ സൾഫറും കൂടി മിക്സ് ചെയ്തിട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ, അതാണ് നമ്മള് ഗുണ്ട് എന്ന് പറയാം. മുമ്പ് പറഞ്ഞ കരിമരുന്നാണ് നമ്മുടെ കഥന എന്ന് പറയുന്നത്. ചെറിയ തോതിൽ പൊട്ടുന്നതാണ് കഥന. പിന്നെ അത് കഴിഞ്ഞ് ഗുണ്ടാണ്, വലിയ വലിയ ഗുണ്ടുകൾ. പക്ഷെ ഈ പൊട്ടാസ്യം പെർക്ലോറേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വിലയുണ്ടായിരുന്നു. അത്യാവശ്യം വിലയുള്ള കാരണം കൊണ്ട് അതിന്റെ വേറൊരു കോമ്പൗണ്ട്, അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് KClO4 ആണ്. 4 ഓക്സിജൻ ഉള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു വേറൊരു കോമ്പൗണ്ടാണ് KClO3, പൊട്ടാസ്യം ക്ലോറേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം. പൊട്ടാസ്യം ക്ലോറേറ്റ് അതിനെക്കാട്ടും ചീപ്പാണ്. പക്ഷെ അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർക്ലോറേറ്റിനേക്കാൾ ഇരട്ടി പവർ കിട്ടും അതിന്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് കത്തിപ്പിടിക്കാനും അപകടം ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് മാക്സിമം ആണ്. അപ്പോ ഈ പൊട്ടാസ്യം പെർക്ലോറേറ്റിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് കുറച്ചും കൂടി പൊട്ടാസ്യം ക്ലോറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വരെ ഒരു സംശയമുണ്ട്. അതായിരിക്കാം ഈ പെട്ടെന്ന് തീ പിടിക്കേണ്ടായ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ചൂടിങ്ങനെ കൂടി നിൽക്കണു, എവിടെന്നെങ്കിലും ഒരു സ്പാർക്ക് പെട്ടെന്ന് ഉണ്ടായി, അത് കത്തിപ്പിടിക്കേണ്ട കാര്യം. നിങ്ങളത് അറിയണമെങ്കിൽ വല്ല യൂട്യൂബിൽ കയറി ഒരു വീഡിയോ കണ്ടാൽ മതി, ഭയങ്കര രസമാണ്. എന്ന് പറയുന്നത് നിങ്ങൾ ഈ പെർക്ലോറേറ്റ് വെച്ചിട്ടുള്ള ആ സാധനം കത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതും അത് കത്തിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് അത് കത്തിപ്പിടിക്കുക. പക്ഷെ നിങ്ങൾ വെറുതെ ഒരു കനലെടുത്തിട്ട് വെറുതെ അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് ഈ പൊട്ടാസ്യം ക്ലോറേറ്റ് എന്ന് പറഞ്ഞ ആ മിശ്രിതം ഒറ്റടിക്ക് പൊട്ടിത്തെറിക്കും. ഭയങ്കരമായിട്ട് ഫ്ലാഷ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് കാരണം ഇതിന്റെ ആ ശാസ്ത്രീയ വശമൊക്കെ ഈ തൊഴിലാളികൾക്ക് അറിവുള്ളതല്ലോ. അപ്പോൾ ഇത് അനുവദനീയമായാലും കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അത് അവിടെ തീരുമാനിക്കപ്പെടുന്നത് ആരിലൂടെ ആയിരിക്കാം? അവരിതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗുണ്ടിന്റെ ഒക്കെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വായിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് ചോദിച്ചാലോ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചൂടിങ്ങനെ തീക്ഷ്ണമായിട്ട് നിൽക്കുക, പിന്നെ വല്ലൊരു ചെറിയൊരു റബ്ബിങ് ഉണ്ടായാൽ മതി,
അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പിടിക്കും. അത് പൊട്ടാസ്യം ക്ലോറൈറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഇരട്ടി അപകടമാണ് പൊട്ടാസ്യം ക്ലോറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കര ചൂടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂര്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഒരുപാട് ചാനലുകൾ വന്നു എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാരുടെ മൂവ്മെന്റ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വെടിമരുന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് അതേ ആൾക്കാർ പോകാൻ പാടില്ല, ആ പണിക്കാർ മാത്രമേ പോകാൻ പാടുള്ളൂ. മാത്രമല്ല അവര് ചെരുപ്പ് പോലും ഇടാൻ പാടില്ല. കാരണം ചെരുപ്പ് ഇട്ടിട്ടുള്ള മണ്ണിലുള്ള ആ ഒരു റബ്ബിങ് മതി അവർ ഫ്ലാഷ് ഉണ്ടാവാൻ. അപ്പൊ അവര് ചെരുപ്പിടാണ്ട് വളരെ സൗമ്യമായി വളരെ ശാന്തമായി നടന്നാലാണ് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക. പിന്നെ ഭയങ്കര ചൂടും. അപ്പൊ എനിക്ക് തോന്നുന്നു ക്ലോറൈറ്റിന് പകരം പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ, അതിനുണ്ടായിരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ശക്തിയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഇതാണല്ലോ ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത്, ശക്തി പ്രകടനമാണ് ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കുറഞ്ഞാൽ ഇവിടെ കൂട്ടുക, ഇവിടെ കൂട്ടിയാൽ അവിടുത്തെ കൂട്ടുക, അങ്ങനെ മൊത്തം അതൊരു ശക്തി പ്രകടനമാണ്. അപ്പോ പവർ കൂട്ടാൻ വേണ്ടി വല്ലതും ചെയ്തിട്ട് അബദ്ധത്തിൽ വന്ന് ചാടിയതാണോ എന്ന് വരെ എനിക്കൊരു സംശയമുണ്ട് ഈ കാര്യത്തില്. ശരി.